ഹലോ ഗൈസ്, നിങ്ങൾ കഴിഞ്ഞ ഷോർട്സിൽ കണ്ടായിരുന്നു വലകെട്ടി ക്ഷീണിച്ച് വന്ന് തിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും വലകെട്ടിയവർ ക്ഷീണിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ പലചരക്കും വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ജിത്തുങ്കയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഈ ഫ്രൈഡ് റൈസ് ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നത് കഴിക്കുന്നതാണേ. ജിത്തുങ്ക കുളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളതങ്ങനെ വിശപ്പ് സഹിക്കാൻ വയ്യാറും ഞങ്ങൾ കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനും ഇരുന്ന് അങ്ങനെ മണങ്ങും പറഞ്ഞ് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഗുബം വയറ് നിറഞ്ഞിറങ്ങി പോയി കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനെയും ഡാവിക്കുട്ടനെ നേരത്തെ കിടന്നുറങ്ങിയത് കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടി ആക്കാൻ പോകുന്നതാണ് കണ്ടത്. അല്ലെങ്കിൽ ഓട്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ വാൻ വന്ന് നിന്ന് നമ്മൾ ടാറ്റ പറഞ്ഞപ്പോൾ ഒരാൾക്കങ്ങ് ഭയങ്കര വിഷമമായി കേട്ടോ. ചേട്ടായി എന്തേ കോക്കു എന്തേന്ന് പറഞ്ഞിങ്ങനെ നിന്ന് തിരിച്ച് ഞാൻ വിളിച്ചിട്ടും വരുന്നില്ലായിരുന്നു കേട്ടോ. ഉറക്കത്തിൽ എണീറ്റ് ചേട്ടായിനെ പറഞ്ഞു വിട്ടിട്ട് സങ്കടത്തിൽ നടന്ന് ഒറ്റ പോക്ക് പോകുന്നതാണ് കേട്ടോ. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് മുരിങ്ങത്തോരനാണ് വെക്കുന്നത്. മുട്ട ഇടുന്നുണ്ട്, അതേപോലെ ഒരു സ്രാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. സ്രാവ് തോരനല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ സ്രാവ് തോരൻ കിണ്ടി ഒരു പെരുവാക്കി നമ്മളിത് നല്ല ചൂട് ചോറിലേക്ക് നമ്മുടെ മുരിങ്ങത്തോരൻ നല്ല സൂപ്പർ സാധനമാണ്. ചൂടോടെ കഴിക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായി നമ്മുടെ ചുച്ചമാമയ്ക്ക് ഇച്ചിരി കൊടുക്കാൻ വേണ്ടി, ചുച്ചമാമയ്ക്ക് ഈ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കൊടുത്തിട്ട് തിരിച്ച് വന്ന് വറുക്കാനുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കേട്ടോ. അപ്പോൾ ചെമ്മീൻ വറുക്കാൻ പോവുകയാണെ. അമ്മാമ്മ ഇച്ചിരി ചെമ്മീൻ തന്നിട്ട് നല്ല കൊഞ്ചായിരുന്നേ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ചെമ്മീനൊക്കെ വറുത്ത് കഴിയുമ്പോൾ കുറച്ച് സവാള അങ്ങോട്ട് എരിഞ്ഞിടണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. വലിയ കാര്യത്തിൽ നിന്ന് എന്തൊക്കെയോ പണിയെടുക്കുന്ന പോലെ ചെയ്യുന്നുണ്ടേ. പ്ലേറ്റ് കാണുമ്പോൾ വലിയ പണിയാണ്. ഈ മീൻ വറുക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ സവാള അരിഞ്ഞിടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ മുട്ട മുരിങ്ങയാണോ അല്ലെങ്കിൽ സ്രാവ് മുരിങ്ങത്തോരനാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഗുണമുള്ള സാധനമല്ല, എല്ലാം കൂടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ കട്ടൻ ചായ കുടിക്കാൻ പോയപ്പോൾ നല്ല ക്ലൈമറ്റ് കേട്ടോ. ആ സൂര്യനെയും കണ്ട് ആ സന്ധ്യ നേരത്ത് ഞങ്ങളങ്ങനെ നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങളൊരു സ്ഥലം വരെ പോയേ. എവിടെയാണ് പോയി എന്ന് അടുത്ത ഷോർട്സിൽ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നമ്മുടെ ഡാവിക്കുട്ടിൻ്റെ അമ്മാമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഷോർട്സിൽ കാണാൻ. താങ്ക് യു.